ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഗുളികയിൽ നിന്നും മുട്ടുസൂചി കിട്ടിയെന്ന് ഒരു സ്ത്രീയുടെ ആരോപണമുണ്ടായിരുന്നു. എന്നാൽ ആ സ്ത്രീക്ക് 8ന്റെ പണി കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് ആ വാർത്ത നമുക്കൊന്ന് കാണാം. കഴിക്കണം 2 നേരം കഴിക്കാനുള്ള ഗുളികയാണ്. അപ്പോൾ വൈകുന്നേരം കഴിക്കണമെങ്കിൽ ആ ഗുളിക ഞാൻ പൊട്ടിച്ച് വെച്ചപ്പോൾ അത് എടുത്തപ്പോൾ പൊടി കുറവ് പോലെ എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അതിന് ഒന്ന് ഞെരടി നോക്കിയപ്പോൾ അതിൽ കമ്പ് പോലെ കൊള്ളണമുണ്ട്. ഞാൻ എൻ്റെ അടപ്പ് വലിച്ചു ഊരിയപ്പം അത് നോക്കിയപ്പോൾ അതിലൊരു ഇരുമ്പ് തുണ്ടാണ്, ഈ മുള്ളാണി പോലത്തെ ഒരു ആയുധങ്ങൾ. അപ്പം ഞാൻ അത് മാറ്റി വെച്ചിട്ട് അടുത്തെനിക്ക് വെപ്രാളമല്ലേ, അപ്പോൾ അടുത്തൊരു ഗുളിക പൊട്ടിച്ചത് കഴിക്കാമെന്ന് പറഞ്ഞാണ് അടുത്തത് കൂടെ പൊട്ടിച്ചത്. അതിൽ നിറച്ച് പൊടിയുണ്ടായിരുന്നു. എനിക്ക് സംശയം ഇത് കണ്ടതുകൊണ്ട് അതിലുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ഞാൻ കയ്യിൽ കുറച്ച് തട്ടി. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ആദ്യം ഒരു ഗുളിക എടുത്തു നോക്കിയപ്പോൾ അതിൽ പൊടി കുറവായ പോലെ തോന്നിയതുകൊണ്ട് അത് പൊളിച്ചു നോക്കിയാലും അതിൽ മുട്ടസൂചി കിട്ടി. രണ്ടാമത് ഒരു ഗുളികയും കൂടി എടുത്തരം അതിൽ പൊടിയുണ്ട് എന്നാൽ ഒരു സംശയം തോന്നിയതുകൊണ്ട് അതും കൂടി പൊളിച്ചപ്പം അതിലും ഈ മുട്ടസൂചി കിട്ടി എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. എന്നാൽ ആരോഗ്യ വകുപ്പ് ഈ ഒരു കാര്യം വ്യാജമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. സൂചി കിട്ടിയെന്ന പരാതി വ്യാജമെന്ന ആരോഗ്യ വകുപ്പിന്റെ നിഗമനം. മുട്ടുസൂചി പരിശോധിച്ചതിൽ ഗുളികയ്ക്കുള്ളിൽ ഇരുന്ന ലക്ഷണമില്ല. പരാതി ഉന്നയിച്ച സ്ത്രീക്ക് എക്സ്റേ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനുമായില്ല. എക്സ്റേ നടത്തിയപ്പോൾ അതിൽ ഒന്നും കണ്ടെത്താനും പറ്റിയില്ല. അതുപോലെ തന്നെ ഈ ഒരു ഗുളികയിലെ മറ്റു ബാച്ചസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബാച്ചിലൊന്നും ഈ ഇതിന്റെ ബാച്ചിൽ പോയിട്ടുള്ള ഒരു മെഡിസിനും ഇതുപോലത്തെ ഒരു പ്രശ്നം കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നാണ് ആരോഗ്യ വകുപ്പ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മുട്ടസൂചി പരിശോധിച്ചതിൽ നിന്നും ആരോഗ്യ വകുപ്പിന് മനസ്സിലായിട്ടുള്ളത് ഈ ഒരു മുട്ടസൂചി ആ ഒരു മെഡിസിനിന്റെ ഉള്ളിൽ നിന്ന് വന്നതല്ല എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ആ സ്ത്രീക്ക് പണി കിട്ടി. കാരണം എന്ന് പറയുന്നത്, ആരോഗ്യ വകുപ്പ് DGPക്ക് കംപ്ലൈന്റ് കൊടുത്തിട്ടാണുള്ളത്. ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരുത്തിക്കണം എന്ന് പറഞ്ഞിട്ട് ആരോഗ്യ വകുപ്പ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ ആരായിരുന്നാലും ശരി എല്ലാവരെയും പിടിക്കണം, ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുള്ളത്. കറക്റ്റ്ലി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നേ പറ്റൂ. കാരണം എന്ന് പറയുന്നത് ഇത് ജനങ്ങളുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നമാണ്. അത് ഇപ്പോൾ ആരെങ്കിലും ഫേക്ക് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ നോക്കിയതാണെങ്കിൽ അവരും കൊടുക്കണം. അല്ല, ഇത് ശരിക്കും ഇതൊരു പ്രശ്നമായിട്ടുള്ളതെങ്കിൽ നമ്മുടെ ഹെൽത്തിന്, ഓരോ ആൾക്കാരുടെയും ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സത്യാവസ്ഥ എന്തായാലും പുറത്തു കൊണ്ടുവന്നേ പറ്റൂ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. And thanks for watching me and stay tuned for another video. Okay, thank you.